ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത് കുളിച്ചൊരുങ്ങി റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. മക്കളുടെ സ്കൂളിൽ പോകാൻ പോവുകയാണേ. ഇന്ന് അവർക്ക് അവിടെ കിഡ്സ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാളും പങ്കെടുക്കുന്നുണ്ട് പരിപാടികൾക്ക്. ഒരാൾക്ക് ഡാൻസ് ഉണ്ട്, ഒരാൾക്ക് മൈമുണ്ട്. അപ്പോൾ രണ്ടാൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പരിപാടികൾക്ക് പങ്കെടുക്കുന്നത്. ഇങ്ങനെ മൂത്താൾ പിന്നെ ഇച്ചു പങ്കെടുത്തിട്ടുണ്ട്, ഡാൻസിനൊക്കെ ആയിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് മൈമിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇന്ന് മൈമിലാണ് ഉള്ളത്. പിന്നെ ഡുഡു പിന്നെ പറയണ്ടല്ലോ, ആദ്യമായിട്ട് അവൻ്റെ ലൈഫിൽ അവൻ ആദ്യമായിട്ടാണ് സ്റ്റേജിൽ കയറിയിട്ടൊരു പ്രോഗ്രാം ചെയ്യാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ആൾ പോയിട്ടുള്ളതൊക്കെ. രണ്ടാളേനെ നേരത്തെ തന്നെ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇവിടുന്ന് ഒരുങ്ങിയിട്ട് നമുക്ക് 9:30 ആകുമ്പോഴാണ് കേട്ടോ സമയം പറഞ്ഞിട്ടുള്ളത്, പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ ആ സമയത്തോട് കൂടിയിട്ട് അവിടെ എത്തും. അപ്പോൾ അതിന് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ അവിടെ പോയിട്ട് നിങ്ങളുടെ ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയുണ്ട് ഡാൻസ് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് അടിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പോയാലോ. അപ്പോൾ അതേ പോണേക്കാളും മുന്നുള്ള ലാസ്റ്റത്തെ ടച്ചപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടണം. അങ്ങനെ അല്ലറ ചില്ലറ പമ്പറൊക്കെ ഇട്ടിട്ട് സെറ്റാണോ എന്ന് നോക്കിയിട്ട് പോവാൻ നിൽക്കുകയാണ് കേട്ടോ. എല്ലാം ഓക്കെ അല്ലേ? അപ്പോൾ അതേ അങ്ങനെ എല്ലാ മേക്കപ്പും കഴിഞ്ഞിട്ട് അപ്പോൾ അതേ ലാസ്റ്റത്തെ ലുക്ക് എൻ്റെ ഇതാണ് കേട്ടോ. അപ്പം ഞാൻ പോയിട്ട് വരേ. അങ്ങനെ ദേ നമ്മുടെ സ്കൂളെത്തിയിട്ടോ, വിമലഗിരി പബ്ലിക് സ്കൂളെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. മോൻ്റെ ക്ലാസ്സാണ് കേട്ടോ, അതും ഇച്ചുവിൻ്റെ ക്ലാസ്സായിരുന്നു. അങ്ങനെ ഇച്ചുവിനെ കണ്ടില്ല, ഞങ്ങൾ നേരെ പോയി ഡുഡുവിൻ്റെ ക്ലാസ്സിലേക്ക് അവരെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ടീച്ചർ. അപ്പോൾ ഈ കുട്ടികളൊക്കെ നോക്കി എന്ത് രസമാണെന്ന് നോക്കി പോകുന്നത്. നല്ല രസമല്ലേ ഉടുപ്പൊക്കെ കാണാൻ. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു പാരൻസിനോടൊക്കെ അകത്ത് പോയിരിക്കാൻ പറഞ്ഞു കേട്ടോ സ്റ്റേജിലവിടെ. അപ്പോൾ ഞാൻ ദേ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവാണ്. മുകളിലായിരുന്നു സ്റ്റേജ്. എന്ത് രസമാണെന്ന് നോക്കി അവിടെ നിന്നുള്ള വ്യൂ, സ്കൂളിൻ്റെ അവിടെ കണ്ടു. എന്ത് രസമല്ലേ കാണാനായിട്ട്. അങ്ങനെ ഇതാണ് കേട്ടോ വെൽക്കം. കണ്ടില്ലേ, സ്റ്റേജൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഓരോരുത്തരായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഉദ്ഘാടനത്തിനായിട്ട് അവിടുത്തെ ഫാദർ ഉണ്ട്, പിന്നെ പ്രിൻസിപ്പൽ, പിന്നെ നമ്മുടെ അവിടുത്തെ ഗസ്റ്റ് അഭിലാഷ് എന്ന് പറഞ്ഞൊരു മെൻ്റലിസ്റ്റ് ആയിരുന്നു കേട്ടോ. ആളായിരുന്നു ഗസ്റ്റ്. മജീഷ്യനുമാണ്, ഒരു മെൻ്റലിസ്റ്റും കൂടിയാണ് ആൾ. അപ്പം അങ്ങനെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആളുടെ പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആളുടെ മാജിക് ആയിരുന്നു കേട്ടോ പിന്നെ ഉണ്ടായിരുന്നത്. കണ്ടില്ലേ, തീ കത്തിച്ച പേപ്പർ മാറ്റിയിട്ട് തീ എവിടെ പോയി കണ്ടില്ലേ. എന്ത് രസമായിരുന്നു ആളുടെ, അടിപൊളിയായിരുന്നു കേട്ടോ. ആൾക്ക് എന്തോ അവാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്രയോ അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ബുക്ക് ഓഫ് റെക്കോർഡിലുണ്ടായിരുന്നു. പിന്നെ എന്താ മെൻ്റലിസം ആയിരുന്നു കേട്ടോ ആളുടെ. അപ്പോൾ മെൻ്റലിസം കാര്യങ്ങളൊക്കെ നമ്മുടെ പാരൻസിൻ്റെ ഇടയിൽ നിന്ന് തന്നെ മെൻ്റലിസം ചെയ്യാനായിട്ട് ഓരോരുത്തർ എന്നെ വിളിച്ചു അവരുടെ ഇതായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേരുടെ കൂടെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഏറ്റവും ബാക്കിലായിരുന്നു. പിന്നെ ഒരു റോപ്പൊക്കെ വെച്ചിട്ട് പിന്നെ അങ്ങനെ പരിപാടി തുടങ്ങിയിട്ടോ. ആദ്യം തന്നെ പ്രെയർ ഡാൻസ് ആയിരുന്നു കേട്ടോ. ചെറിയ കുട്ടികളുടെ മാത്രം പരിപാടികളാണ് കേട്ടോ. അപ്പോൾ പ്രെയർ ഡാൻസ് കഴിഞ്ഞു. അങ്ങനെ പിന്നെ ഓരോ ക്ലാസ്സുകാരുടെയും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. കുഞ്ഞുമക്കളിങ്ങനെ ഡാൻസ് കളിക്കണതാണ് എന്ത് രസമാണ്. അങ്ങനെ എൻ്റെ മോൻ്റെ മൈമ എത്തി കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ മോൻ ഇച്ചു കളിച്ച മൈമ. ഈ നടുക്ക് നിൽക്കണതായിരുന്നു കേട്ടോ എൻ്റെ മോൻ.
ഇതാ അങ്ങനെ അടിപൊളിയായിട്ട് അവരുടെ മൈമ് അവർ സെറ്റ് ചെയ്ത് തുടങ്ങി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ മോൻ ഇങ്ങനെ കളിക്കുന്നു. പിന്നെ അതേ വീണ്ടും അടുത്ത ഓരോ ക്ലാസ്സുകാരുടെ ഓരോ ഡാൻസൊക്കെ ആയിരുന്നു. അങ്ങനെ അടുത്ത ഡാൻസുമായി. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഒരു അഭിലാഷ് എന്ന് പറഞ്ഞ ആ ചേട്ടൻ്റെ പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ക്ഷീണിച്ചിരിക്കുന്ന കുട്ടികൾക്ക് അവിടെ ആൻറ്റിമാർ വെള്ളം കൊടുക്കുന്നുണ്ട്. പിന്നെ ആളുടെ വീണ്ടും മെൻ്റലിസം കാര്യങ്ങളായിട്ട് വീണ്ടും ഷോ മുന്നോട്ട് പോയിട്ടോ. ഷോയല്ല, കിഡ്സ് ഫെസ്റ്റ്. മാജിക് ഒക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെ ലാസ്റ്റായപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നാഷണൽ ആന്തം കഴിഞ്ഞ് ഞങ്ങൾ നേരെ മക്കളെ വിളിക്കാനായിട്ട് പോകാനുണ്ട്. അപ്പോൾ അവിടെ പേപ്പർ കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു, PTA മീറ്റിംഗ് പോലെയായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാളേനെയും കൊണ്ട് പേപ്പറൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് നേരെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി ഐസ്ക്രീം വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.